SIR-മായി ബന്ധപ്പെട്ട പ്രായോഗികതയാണ് വിഷയം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എന്തിനാണ് ഈ ധൃതി കാട്ടുന്നതെന്ന് കോടതിയിലും അത് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന ഹൈക്കോടതിയുടെ പരാമർശം, അതിന്മേൽ സർക്കാർ എങ്ങനെ നീങ്ങും, MV ഗോവിന്ദമാസ്റ്റർ എന്നത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തീർച്ചയായും അജിംഷാദ് നമ്മൾ അതാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട് KK ശൈലജ ടീച്ചർ തന്നെ പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് ഈ കേസിലേക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന നിർണായകമായ യോഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ചില വസ്തുതകൾ, ഗൗരവതരമായ ചില വസ്തുതകൾ കൂടിയുണ്ട്. കാരണം ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഫോം വിതരണം ചെയ്യാതെ തന്നെ 84% ഫോം വിതരണം ചെയ്തു എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇന്ന് യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ ഫോം വിതരണം ചെയ്യാതെ തന്നെ ചില BLAമാർക്ക് അതാത് ജില്ലകളിൽ നിന്ന് കളക്ടർമാരാണോ എന്നറിയില്ല, താഴെയുള്ള ഉദ്യോഗസ്ഥർ അങ്ങനൊരു നിർദ്ദേശം കൊടുത്തു എന്ന് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അത് ME ജയരാജനും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയൊക്കെ തന്നെ ചോദ്യമായി ഉന്നയിച്ചു. പക്ഷേ അത് ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള രത്തൻ കേൽക്കർ അത് നിഷേധിച്ചു. പക്ഷേ അത് ആ ഒരു ഭാഗം നിർണായകമാണ്. കാരണം ഫോം വിതരണം ചെയ്യുന്നത് പോലെ തന്നെ കള്ളക്കളിയുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് പട്ടിക പൂരിപ്പിച്ച് നൽകാനാകുമെന്ന ചോദ്യമുണ്ട്. അത് ഞാൻ വായിക്കാം. അതിൽ ഈ വാട്സപ്പിൽ തന്നെ ഉദ്യോഗസ്ഥനെടുത്ത മെസ്സേജാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കൈവശമുണ്ട്. നിലവിൽ എമ്യൂണറേഷൻ ഈ ഫോം പട്ടിക എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് സ്റ്റേജ് മാക്സിമം ഫോം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അതിൽ കൊടുക്കാൻ പറ്റാത്ത ഫോം എല്ലാം ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്യുക. ഡെത്ത്, ഷിഫ്റ്റ്, ആബ്സെൻ്റ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതാണ്. നിലവിൽ കൊടുക്കുമെന്ന് ഉറപ്പുള്ളതും ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്യേണ്ടതാണ്. നിലവിൽ കൊടുക്കാത്തവ എന്നാൽ ഇവരെ കൈവശമുണ്ട്, കൊടുക്കുമെന്ന് ഉറപ്പുള്ളത്. തിരിച്ചു കിട്ടാത്തവ അൺക്യാൻസൽഡ് ഡെത്ത്, ഷിഫ്റ്റ്, ആബ്സെൻ്റ് ഓപ്ഷനിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ആപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത BLOമാർക്ക് അവരുടെ BLO സൂപ്പർവൈസർമാരെ വിളിച്ച് ലോഗിൻ ID പറഞ്ഞു കൊടുത്താൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് എന്യൂമറേഷൻ ഫോം കൊടുക്കാതെ തന്നെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ ഒരു ലിസ്റ്റിൻ്റെ 84% സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ഇന്ന് യോഗത്തിൽ പറഞ്ഞ കണക്കാണെങ്കിൽ ഇത് ഈ വോട്ടർമാരുടെ കൈവശം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ സ്ക്രീൻഷോട്ട് ഏറ്റവും നിർണായകമാണ്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ പകർപ്പ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ തന്നെയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ഇന്ന് MV ജയരാജനും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ BJP ഒഴിച്ച് വളരെ ശക്തമായി ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചു. ഇത് തന്നെ സുതാര്യമായിട്ടല്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള SIR-ൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത സംസ്ഥാനമാണ് കേരളമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ജോലി ഭാരമുണ്ട്. ഇവർ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ തന്നെ ഈ പറഞ്ഞ 25-ാം തീയതി മുമ്പായി ഈ പറഞ്ഞ എല്ലാ വീടുകളിലും ഇപ്പോൾ നിർബൻ സൂചിപ്പിച്ച ഈ സ്ക്രീൻഷോട്ട്, അതായത് ഉദ്യോഗസ്ഥർ തന്നെ കൈമാറിയ സ്ക്രീൻഷോട്ട്, ഏതർത്ഥത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞ വാദങ്ങളെ റദ്ദാക്കുന്നത്? അത് തന്നെയാണ് ഞാൻ അജിംഷാദിന് അത് ഇട്ടിട്ടുണ്ട്. അത് അജിംഷാദിനോട് വായിച്ചു നോക്കാം. അതിനകത്ത് ഉള്ളൊരു വിഷയം അദ്ദേഹം പറഞ്ഞത്, എന്യൂമറേഷൻ ഫോം നമ്മളെല്ലാവർക്കും വിതരണം ചെയ്തു, 84% പേർക്ക് വിതരണം ചെയ്തു. അപ്പോൾ വിതരണം ചെയ്ത് ഇനി അത് ബാക്കിയുള്ളവർ കൂടി വിതരണം ചെയ്യുക, അതനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കി തിരിച്ചു വാങ്ങുക. അതിലെന്തെങ്കിലും ഈ രേഖകൾ സമർപ്പിക്കുന്ന സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പോൾ രേഖകൾ ചോദിക്കുന്നില്ല, മറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമേ രേഖകൾ ചോദിക്കുന്നുള്ളൂ. ആ രേഖകൾ ചോദിക്കുന്നതോടുകൂടി സുതാര്യമായി കഴിഞ്ഞു. ഒരു തരത്തിലും നമ്മൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള 2,78,00,000 വരുന്ന അവസാനത്തെ പട്ടികയിൽ, ഇപ്പോൾ അവർ പറയുന്ന 2002 പട്ടികയല്ല, നമ്മൾ അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം പുനഃക്രമീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുന്നവർക്കെല്ലാം തിരിച്ചു മടങ്ങി ഈ വോട്ടർ പട്ടികയിലേക്ക് വരും. അത് സുതാര്യമാകുന്നതാണ്. പക്ഷേ അതിലാണ് ഞാൻ വായിച്ചൊരു പ്രധാനപ്പെട്ട, അജിംഷാദ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അതിൽ കൊടുക്കാൻ എന്യൂമറേഷൻ ഫോം കൊടുക്കാൻ പറ്റാത്ത ഫോം എല്ലാം ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്യുക. അതായത് ഈ സൈറ്റിൽ ഒരു BLO കയറി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് മാർക്ക് ചെയ്യുക. ഡെത്ത്, ഷിഫ്റ്റ്, ആബ്സെൻ്റ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതാണ്. അത് ഡിസ്ട്രിബ്യൂഷനായി കണക്കാക്കുക. നിലവിൽ കൊടുക്കുമെന്ന് ഉറപ്പുള്ളതും ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്യേണ്ടതാണ്. കൊടുത്തില്ല, അവരെ കൈവശമുണ്ട്, അതുകൂടി ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ കണക്കിൽ ഈ 84% പിന്നെ അത് പറയുന്നു, തിരിച്ചു കിട്ടാത്തവ അൺകളക്റ്റഡിൽ ഡെത്ത്, ഷിഫ്റ്റ്, ആബ്സെന്റ് ഓപ്ഷനിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അതാണ്. അപ്പോൾ അതാണ് ഈ കണക്കുകളിലെ ഈ സുതാര്യക്കുറവ്.